കൊല്ലുക, അല്ലെങ്കിൽ അബൂബക്കറിനെ കൊല്ലുക, അല്ലെങ്കിൽ ഹംസയെ കൊല്ലുക. ഇവരിൽ ആരെങ്കിലും ഒരാളെ കൊന്നാൽ പിന്നെ മോചിപ്പിക്കുമെന്നായിരുന്നു ആര് വാഗ്ദാനം കൊടുത്തത്? എന്ത്? അങ്ങനെ ഈ വഹ്ഷി എന്ത് ചെയ്തു? ചാട്ടുളിയുമായിട്ട് വളരെ തന്ത്രപരമായി നിന്ന് ആരെറിഞ്ഞു? ഹംസ റളിയല്ലാഹുവിനെ ചാട്ടുളി കൊണ്ട് എറിഞ്ഞു. അദ്ദേഹം പെടഞ്ഞു മരിച്ചു. ഇത് മരിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ നെഞ്ച് പിളർത്താൻ വേണ്ടി പറഞ്ഞു. മുസ്ലിങ്ങൾക്ക് ആദ്യം വിജയം ഉണ്ടായി. ഇൻഷാ അല്ലാഹ് മദീന യാത്രയിലാണ് ഉഹുദ് പറയാം. ആദ്യം വിജയം ഉണ്ടായി, പിന്നെ പരാജയപ്പെട്ടു. അതിന്റെ കാരണമൊക്കെ നമ്മൾ വിശദീകരിക്കും. അങ്ങനെ പരാജയപ്പെട്ടപ്പോൾ ഈ നെഞ്ച് പിളർത്തി വഹ്ഷിയെ കൊണ്ട് കണ്ട് ഒളിച്ചെടുത്തിട്ട് ആ കരള് കണ്ട് പച്ചയായിട്ട് വലിച്ചെടുത്ത് വായിലിട്ട് ചവച്ച് തുപ്പിയാല് ഹിന്ദ്. ആര്? ഹിന്ദ്. ഈ രംഗം കണ്ടപ്പോൾ നബി ഇങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലിങ്ങനെ അമർത്തി നിലത്ത് 3 പ്രാവശ്യം അമർത്തി ചവിട്ടിയിട്ട് പറഞ്ഞു, എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ ഞാനിതിന് പ്രതികാരം ചോദിക്കുന്നു പറഞ്ഞു. എന്നിട്ട് ഈ മക്കം ഫത്തഹിന്റെ അന്ന് ഈ ഹിന്ദും ഇവരൊക്കെ എന്താണ് നബിന്റെ മുമ്പിലേക്ക് വളരെ വിനീതരായിട്ട് വരികയാണ്. നബിക്ക് വേണമെങ്കിൽ എന്താണ് അധികാരം കിട്ടി, മക്കയുടെ അധികാരം നബിയുടെ കയ്യിൽ വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി എന്താ പറഞ്ഞത്? വേണമെങ്കിൽ പ്രതികാരം വീട്ടായിരുന്നു. നബി അവരോട് പറഞ്ഞു, ഇത് ഹബൂ, നിങ്ങൾ പോവുക, അൻതുമുത്തുലക്ക, നിങ്ങളൊക്കെ സ്വതന്ത്രരാണ്. അവരൊക്കെ വെറുതെ വിട്ടു. അപ്പൊ എന്ന് പറഞ്ഞാല് അന്ന് നബി അവർക്കൊക്കെ മാപ്പ് കൊടുത്ത മലയാണ് ഈ ജബല് അബൂ ഖുബൈസ് 1. രണ്ടാമത്തേത്, ഈ കാബ ഒരു കാലത്ത് നബിക്ക് നുബുവത്ത് കിട്ടുന്നതിന്റെ 5 വർഷം മുമ്പ് മഴ വന്നിട്ട് കാബ എന്ത് ചെയ്തു? അതിന് കേടുപാട് സംഭവിച്ചു. അപ്പൊ അത് വീണ്ടും അതിനെ പിന്നെ ഒന്നുകൂടെ പുതുക്കി പണിയാൻ വേണ്ടി കുറെ കൃഷികൾ തീരുമാനിച്ച സമയത്ത് ഈ പണി ആരംഭിച്ചപ്പോൾ ഹജറുൽ അസ്വദ് സുരക്ഷിതമായിട്ട് കൊണ്ടുവച്ചത് ആ ജബൽ അബൂ ഖുബൈസ് മലയുടെ മുകളിലായിരുന്നു. പിന്നെ പണികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ സ്ഥാനെത്തിയപ്പോൾ അവിടെ കൊണ്ടുപോയിട്ടത് വെച്ചു എന്നുള്ളതും ഈ 2 ചരിത്രമാണ് അബൂ ഖുബൈസ് മലക്കുള്ളത്. ഷാബ് അബൂ ത്വാലിബ് മലയുടെ ചരിത്രം 3 കൊല്ലം ഊരുവിലൊക്കെ പ്രഖ്യാപിച്ചിട്ട് അവരവിടെ ആക്കി എന്നതാണ്. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി ആ കാണുന്നത് ഒരു മക്തബാണ് കേട്ടോ. നേരെ അതിന് മുകളിൽ കണ്ടില്ല ഒരു ടാങ്ക് പോലെ സാധനം, ഒരു ടാങ്ക് പോലെ പച്ച, അതൊരു മക്തബാണ്. ഇപ്പൊ ആ മക്തബ അടച്ചിട്ടിരിക്കുകയാണ്. പണ്ടൊക്കെ നമുക്ക് അവിടെ പുസ്തകങ്ങളൊക്കെ കിട്ടുക, നമ്മുടെ ഖുർആൻ പരിഭാഷ, നമ്മുടെ മലയാള പുസ്തകങ്ങളൊക്കെ ഖുർആൻ നമുക്ക് മദീനത്തിലുണ്ട്. ഇവിടെ കിട്ടും. ഇപ്പൊ മദീനത്തുള്ളത് അവിടെ പോകുമ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് ഓരോ ഖുർആൻ കിട്ടും. അപ്പൊ ഇത് ഈ മക്തബ അടച്ചിട്ടിരിക്കുകയാണ്. ഇവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത്. നബി ജനിച്ച വീട് ഇവിടെയായിരുന്നു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. ഓക്കെ, അതേപോലെ ഈ ഇടത്ത് ഭാഗത്ത് കാണും ടോയ്ലറ്റ്, അതാ നേരെ ഇടത്ത് കണ്ടില്ല, ആൾക്കാർ പോകുന്നു കണ്ടോ? ആൾക്കാരുടെ ഉള്ളിൽ പ്രവേശിക്കുന്നു. ഇവിടെയായിരുന്നു എന്ത്? ബൈത്ത് അബൂ ജഹൽ. ആരുടെ വീട്? അബൂജാഹിലിന്റെ വീട് ഇവിടെയായിരുന്നു. അതാണ് ആ ബാത്റൂം. അപ്പൊ അവിടെ ഇപ്പോൾ ബാത്റൂമാണുള്ളത്. നബി ജനിച്ച വീടിന്റെ അവിടെ മൊത്തമാണുള്ളത്. ഇതാണ് ഇവിടെ ഉള്ള 4 ചരിത്രങ്ങൾ. ഓക്കെ, ക്ലിയർ ആയോ? മനസ്സിലായോ? ആയില്ലേ? പോവല്ലേ അടുത്ത സ്ഥലത്തേക്ക്?